പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞവനായി ഗലീലിയയിലേക്ക് മടങ്ങിയെത്തിയ യേശുക്രിസ്തു തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ലക്ഷ്യവും സത്തയും ഈ വചനഭാഗത്തിലൂടെ ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നസ്രായയിലെ സിനഗോഗിൽ വെച്ച് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തുറന്ന് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ താൻ വെറുമൊരു പ്രബോധകൻ മാത്രമല്ല, മറിച്ച് മാനവരാശിയെ പാപത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും കെട്ടഴിക്കാൻ വന്ന അഭിഷിക്തനാണെന്ന് അവിടുന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാനും ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും നൽകാനും വന്ന ക്രിസ്തു ദൈവത്തിൻ്റെ പ്രസാദ വർഷം ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലും യാഥാർത്ഥ്യമാക്കുകയാണ്. അക്ഷരങ്ങൾക്കും ചടങ്ങുകൾക്കുമൊക്കെ അപ്പുറം തകർക്കപ്പെട്ട ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രത്യാശ നൽകുകയും ചെയ്യുന്ന ഒരു വിമോചകൻ്റെ ചിത്രമാണ് ലൂക്കാ സുവിശേഷകൻ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായി വരച്ചു കാട്ടുന്നത്. ഈ തിരുവചനം ഇന്ന് നിങ്ങളിൽ നിറവേറിയിരിക്കുന്നു എന്ന യേശുവിൻ്റെ പ്രഖ്യാപനം ദൈവം ചരിത്രത്തിലല്ല, മറിച്ച് നമ്മുടെ സമകാലിക ജീവിതാനുഭവങ്ങളിലാണ് ഇടപെടുന്നത് എന്ന വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചനങ്ങൾ കേട്ട് വിസ്മയിച്ച നസ്രായിലുള്ള ആളുകളെപ്പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ആശ്വാസദായകമായ സാന്നിധ്യം തിരിച്ചറിയാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ അഭിഷേകം കേവലം യേശുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് മാമോദീസായിലൂടെ ചേർക്കപ്പെട്ട ഓരോ വിശ്വാസിയും ഈ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരാൻ കടപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ലോകത്തിൻ്റെ അന്ധകാരങ്ങളിൽ ഉഴലുന്നവർക്ക് വെളിച്ചമാകാനും അനീതിയുടെ ചങ്ങലകളിൽ പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്താനും നാം ഓരോരുത്തരും അഭിഷിക്തരായിരിക്കുന്നു എന്ന് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തട്ടെ. എന്നാൽ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ യേശുവിനെ പോലെ പരിശുദ്ധാത്മാവിനോടുള്ള പൂർണ്ണമായ വിധേയത്വം നമുക്ക് അനിവാര്യമാണ്. പ്രിയ സഹോദര